അപ്പോൾ നമ്മൾ ട്രാൻസ്പോസിഷൻ്റെ DNA ട്രാൻസ്പോസിഷനിലെ രണ്ടാമത്തെ മെക്കാനിസം ആയിട്ടുള്ള റിപ്ലിക്കേറ്റീവ് മെക്കാനിസം ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ കോപ്പി ആൻഡ് പേസ്റ്റ് അല്ല കട്ട് ആൻഡ് പേസ്റ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് കണ്ടത് അല്ലേ. ഒരു റീജിയനിൽ അത് സോഴ്സ് DNA എന്നുള്ള ട്രാൻസ്പോസോൺസ് അവിടുന്ന് കട്ട് ചെയ്ത് ഹോസ്റ്റ് അതായത് ടാർഗറ്റ് DNAയിലുള്ള ട്രാൻസ്പോസോൺസ് ആയിട്ട് മാറ്റപ്പെടുക ചെയ്യുന്നത്. മറ്റവിടുന്ന് എടുത്തിട്ടാണ് ഇവിടെ വെക്കുന്നത്. റെപ്ലിക്കേറ്റീവ് മെക്കാനിസത്തിൽ അങ്ങനെയല്ല. റെപ്ലിക്കേറ്റീവ് മെക്കാനിസത്തിൽ സോഴ്സ് DNAയിലുള്ള ട്രാൻസ്പോസോൺസ് അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യുകയും അതേസമയം അതിൻ്റെ ഒരു കോപ്പി ടാർഗറ്റ് DNAയിലേക്ക് ഇൻസേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ നേരത്തെ കണ്ടതുപോലെ അവിടുന്ന് പറിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ട്രാൻസ്പോസോൺസ് മാത്രമാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ റെപ്ലിക്കേറ്റീവ് മെക്കാനിസത്തിൽ അങ്ങനെയല്ല. ട്രാൻസ്പോസോമിനെ എടുത്തുകൊണ്ട് വരുന്നത് സോഴ്സ് DNA തന്നെയാണ്. അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ എവിടെയാണോ ഇരിക്കുന്നത് ആ DNA എന്ത് ചെയ്യുന്നു, അത് എടുത്തിട്ട് ടാർഗറ്റ് DNAയിലേക്ക് വരികയാണ്. എന്നിട്ട് ആ ടാർഗറ്റ് DNAയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമാണ് മറ്റേ തിരിച്ചു പോകുന്നത്. അപ്പം ആസ് സച്ച് ഓൾ DNA ആണ് എന്ത് ചെയ്യുന്നത്, ഇത് ട്രാൻസ്ഫർ. നേരത്തെ അവിടെ സിനാപ്റ്റിക് കോംപ്ലക്സ് മാത്രമായിരുന്നു വന്ന് ഇവിടേക്ക് പ്ലേസ് ചെയ്തത് അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ആസ് സച്ച് സോഴ്സ് DNA അടക്കം ഇങ്ങോട്ട് വരും. എന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അവർ തിരിച്ചു പോവുക. അപ്പം അങ്ങനെ ഒരു മെക്കാനിസം കൂടെ അവിടെ ഉണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് ഇവിടെ ഒരു എൻസൈം വരുന്നത് എന്താണ്, റിസോൾവേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരും. റിസോൾവേസ് ഫൈനലി ഓർമ്മിക്കുക നിങ്ങൾ, ഞാൻ മെക്കാനിസം പറയും. അതാണ് ഒരു അഡീഷണൽ ഫീച്ചർ എന്ന് പറയും. അപ്പം DNA തന്നെ ക്യാരി ചെയ്യുന്നു, റിസോൾവേസ് എന്ന് പറയുന്ന ഒരു എൻസൈം വരുന്നുണ്ട്. അപ്പം കോപ്പിയിങ് നടക്കുന്നത് ടാർഗറ്റ് DNAയും അതുപോലെ തന്നെ സോഴ്സ് DNAയും കൂടെ കമ്പൈൻ ചെയ്തതിന് ശേഷമാണ് ട്രാൻസ്പോസോണിൻ്റെ കോപ്പിയിങ് നടക്കുന്നത്. ഈ കാര്യങ്ങൾ ഓർമ്മിക്കുക. ഞാൻ അതിൻ്റെ മെക്കാനിസത്തിലേക്ക് പോവുകയാണ്. ഇത് കൃത്യമായിട്ട് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ നോട്ട്സ് വായിച്ച് നോക്കുക. ഞാൻ ഇവിടെ മെക്കാനിസം മാത്രമേ പറയുള്ളൂ. ഇതിൻ്റെ ലൈൻ ബൈ ലൈൻ ഞാൻ വായിക്കുന്നില്ല, മറിച്ച് ഈ ഫിഗർ വെച്ചിട്ട് ഞാൻ ആ മെക്കാനിസം ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ആസ് സച്ച് ഇതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റെപ്പ് നമ്മൾ നേരത്തെ കണ്ട കട്ട് ആൻഡ് പേസ്റ്റ് മെക്കാനിസത്തിലെ സെയിം സ്റ്റെപ്പാണ്. എന്താ ചെയ്യുന്നത്, ട്രാൻസ്പോസേസ് എന്ന് പറയുന്ന ആൾ വന്നിട്ട് ട്രാൻസ്പോസോണിൻ്റെ 3-OH ബ്രേക്ക് ചെയ്യും അല്ലേ. സോ ഇവിടെ ഫ്രീ ആവുന്ന സോഴ്സ് DNAൻ്റെ എൻഡ് എന്ന് പറയുന്നത് എന്താണ്, 5' ആണ്. അതുപോലെ ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ നടക്കും. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പം സോഴ്സ് DNAൻ്റെ സ്ട്രാൻഡ് ഫ്രീ ആവുന്നത് ഏതാണ്, 5' ആണ്. ഓക്കെ, 5' ആണ് സോഴ്സ് DNAൻ്റെ സ്ട്രാൻഡ് ഫ്രീ ആവുന്നത്. ക്ലിയർ അല്ലേ. ഓക്കെ, അപ്പം ഫ്രീ ആവുന്ന ട്രാൻസ്പോസോൺസ് എൻഡ് ഏതാണ്, 3' ആണ്, 3-OH. ഇനി നേരത്തെ മെക്കാനിസത്തിൽ എന്തായിരുന്നു കണ്ടത്, ഈ 3-OH ടാർഗറ്റ് DNAയിലുള്ള ടാർഗറ്റ് സൈറ്റിൽ ഏതെങ്കിലും രണ്ട് ന്യൂക്ലിയോടൈഡിൻ്റെ ഇടയിലുള്ള എസ്റ്റർ ബോണ്ടിനെ അറ്റാക്ക് ചെയ്യും. എസ്റ്റർ ബോണ്ടിനെ അറ്റാക്ക് ചെയ്യുമ്പം ഇവിടെയുള്ള 5' ഗ്രൂപ്പ് അതിൻ്റെ എസ്റ്റർ ബോണ്ട് ഓൾറെഡി ആരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാകുക, ഇവിടുത്തെ 3-OH ഷെയർ ചെയ്തിട്ടുണ്ടാവുക. ആ ബോണ്ട് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇയാൾക്ക് കൊടുക്കും. സിമിലർ മെക്കാനിസം ഇവിടെയുള്ള ആളും എന്താ ചെയ്യുന്നത്, 5' 3-OH ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇയാൾ ഈ ബോണ്ട് ആർക്ക് കൊടുക്കും, ഈ പറയുന്ന OHന് കൊടുക്കും. അതാണ് ഈ OHൻ്റെ അറ്റാക്ക്, ഹൈഡ്രോഫിലിക് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ അറ്റാക്ക് ചെയ്തതിന് ശേഷം ഓർമ്മിക്കുക, ഇത് സോഴ്സ് DNA ആണ്. സോഴ്സ് DNA എന്ന് പറഞ്ഞാൽ ആരാണോ ട്രാൻസ്പോസോൺ കൊടുക്കുന്നത് അയാൾ സോഴ്സ് DNA ആണ്. ഇത് ടാർഗറ്റ് DNA. അപ്പോൾ നോക്കുക, നിങ്ങൾ ഇവിടെ നെറ്റിന് ചോദിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, സോഴ്സ് DNAയിലെ ഏതൊക്കെ എൻഡാണ് ഫ്രീ, അതുപോലെ തന്നെ ടാർഗറ്റ് DNAയിലെ ഏതൊക്കെ എൻഡാണ് ഫ്രീ എന്നുള്ളതാണ്. സോഴ്സ് DNAയിലെ ഏത് എൻഡാ ഫ്രീ, ഞാൻ പറഞ്ഞു 5' ഗ്രൂപ്പാണ് അവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്ന എൻഡ് എന്ന് പറയുന്നത്. അതേസമയം ടാർഗറ്റിലത് നോക്കുക, നിങ്ങൾ ഈ 5' അല്ലേ ഇത്തെ 3-OH ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഫ്രീ ആയി കിടക്കുന്ന ആളായിരിക്കും, 3-OH ആയിരിക്കും. അപ്പം ടാർഗറ്റിൽ 3-OH എൻഡാണ് ഫ്രീ ആയി കിടക്കുന്ന ആൾ. ഈ പോയിന്റ് ഒന്ന് നെറ്റിന് വേണ്ടിയിട്ട് ഓർമ്മിക്കുക. ഓക്കെ, ഇത് യൂണിവേഴ്സിറ്റി തിയറി എക്സാമിന് ഇത് ഈ ഒരു പോയിന്റ് ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് ആവശ്യമൊന്നുമില്ല, കാരണം പ്രോസസ്സ് മാത്രം മെൻഷൻ ചെയ്യാൻ. പ്രോസസ്സ് എന്തായിരുന്നു, OH വിൽ ബി അറ്റാക്കിംഗ് ദി എസ്റ്റർ ബോണ്ട് at a target site of the target DNA where the OH will be making an ester bond with the 5' end, 5' and the process is known as transesterification. ഓക്കെ, എന്താണ് ട്രാൻസെസ്റ്ററിഫിക്കേഷൻ എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ 1, 2, 3 തവണയായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്.
അപ്പോൾ കൃത്യമായിട്ട് വായിച്ചിട്ട് വരിക. നൗ ഇങ്ങനെ ഒരു ബോണ്ടിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി എന്താവും, അതിൻ്റെ അപ്പിയറൻസ് ഇങ്ങനെയാണ് വരിക. ഈ ഒരു അപ്പിയറൻസിൽ നമുക്ക് ചിലപ്പം അതിൽ നിന്ന് ഈ ഒരു ലെവലിലേക്ക് വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ഒഴിവാക്കാനാണ് ഞാനിവിടെ ഓരോ എൻഡും ലേബൽ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക നിങ്ങൾ. ഇനി ഇവിടെ പോളിമറൈസേഷൻ ആണ് നടക്കേണ്ടത്. DNA പോളിമറൈസ് എൻസൈം പോളിമറൈസേഷൻ നടത്തണം. DNA പോളിമറൈസ് എൻസൈം പോളിമറൈസേഷൻ നടത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പ്രൈമർ ഉണ്ടാവണം അല്ലേ. ആ പ്രൈമർ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് 5' to 3' ഡയറക്ഷനിൽ സിന്തസിസ് നടത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതൊരു റെപ്ലിക്കേഷൻ്റെ പ്രിൻസിപ്പിളാണ്. അപ്പം ഈ 3' ഫ്രീ 3' എൻഡ് വേണം. ഓക്കെ, 5' to 3' ഡയറക്ഷനിൽ സിന്തസിസ് നടക്കണമെങ്കിൽ ഫ്രീ 3' OH അവിടെ ഉണ്ടാവണം. എന്നാൽ അതിലേക്ക് മാത്രമേ 5' എൻഡ് ആഡ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതാണ് റെപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ട്രാൻഡ് ഉണ്ട്, ഇവിടെ ഒരു പ്രൈമർ അറ്റാച്ച് ചെയ്യണം. ഈ പ്രൈമറിൻ്റെ 3' OH ഇവിടെ ഉണ്ടാവണം. എന്നാലേ വരാൻ പോകുന്ന ന്യൂക്ലിയോടൈഡിൻ്റെ 5' ഓക്കെ 5' ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇങ്ങോട്ട് ബൈൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഇതിൻ്റെ 3' OH കൂടിയായിരിക്കും. അപ്പോൾ ഇത് ഇവിടെ നിന്നിട്ട് ഇവിടെ ബൈൻഡ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു 3' OH ഉണ്ടാകും. അങ്ങനെയാണ് ആ സീക്വൻസ് മുമ്പോട്ട് പോകുന്നത്. ഈ 5' എൻഡ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണ് ഇതിനെ ഓൾവേസ് റെപ്ലിക്കേഷൻ വിൽ ബി ഇൻ 5' to 3' ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും എന്ത് വേണം, 3' OH വേണം. ആ 3' OH പ്രൊവൈഡ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രൈമർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെയും പ്രൈമർ വേണ്ടേ, വേണം. ഇവിടെ പ്രൈമർ ആയിട്ട് നിൽക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ടാർഗറ്റ് DNA ഏത് എൻഡാണ് ഫ്രീ എന്ന് പറഞ്ഞത്, 3' OH. ഈ 3' OH വിൽ ബി ആക്ടിങ് ആസ് ദി പ്രൈമർ. ഓക്കെ, പ്രൈമറിൻ്റെ. അപ്പം എന്ത് സംഭവിക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് സിന്തസിസ് നടക്കും. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് സിന്തസിസ് നടക്കും. ആസ് എ റിസൾട്ട് ഇവിടം വരെ എന്ത് ചെയ്യും, സിന്തസിസ് നടക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായി, ഇവിടെ ഒരു ടാർഗറ്റ് സൈറ്റ് ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നു. ഓക്കെ, ഇവിടുന്ന് ഇവിടം വരെയുള്ള റീജിയൻ എന്ന് പറയുന്നത് എന്താണ്, ടാർഗറ്റ് സൈറ്റ് ആണ് അല്ലേ. ടാർഗറ്റ് സൈറ്റ് ഡ്യൂപ്ലിക്കേഷൻ അവിടെ നടന്നു. അതിനുശേഷം ഇതിൻ്റെ കോപ്പി ഇതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് അവിടെ സിന്തസൈസ് ചെയ്തു. അതാണ് ഈ കാണുന്നത്, കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് സിന്തസിസ് നടക്കുന്നു. ഓക്കെ, G എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ കൊടുത്തേക്കുന്നതാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് സിന്തസൈസ് നടന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോപ്പി അവിടെ ഉണ്ടായി. ഇതിൻ്റെ കോപ്പി ആയി പറയുന്ന സാധനം, ഇതിൻ്റെ കോപ്പി, അതായത് ഇതിൻ്റെ കോപ്പി. ക്ലിയർ അല്ലേ, അങ്ങനെ അങ്ങോട്ട് സിന്തസിസ്. സിമിലർലി ഇവിടെയുണ്ടൊരു പ്രൈമർ. നോക്കിയേ, ഈ A എന്ന് പറയുന്ന പോയിന്റ് പ്രൈമറാണ് അല്ലേ. അപ്പോൾ ഈ A എന്ന് പറയുന്ന പോയിന്റിൽ OH ആണ് വിൽ ബി ആക്ടിങ് ആസ് എ പ്രൈമർ. അപ്പോൾ അങ്ങോട്ട് സിന്തസിസ് നടക്കും. അങ്ങനെ അങ്ങോട്ട് സിന്തസിസ് നടക്കുമ്പം ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേഷൻ നടക്കും അല്ലേ. ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്, ടാർഗറ്റ് സൈറ്റിൻ്റെ ഗ്യാപ്പാണ്. അപ്പോൾ ഇവിടെയും സിന്തസിസ് പറഞ്ഞാൽ ഇവിടം വരെയുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ടാർഗറ്റ് സൈറ്റ് ഡ്യൂപ്ലിക്കേഷൻ. അതിനുശേഷം നടക്കുന്ന ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള, നോക്കിയേ, ഈ താഴത്തെ ലൈനിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സിന്തസിസ് മുകളിൽ നടക്കുമ്പോൾ അതാണ് ട്രാൻസ്പോസോണിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. സോ ഇതാണ് ട്രാൻസ്പോസോണിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇനി ഇയാളും വേറെയാവും ഇയാളും വേറെയാവും, ഇയാൾ രണ്ടാളും ഒന്നാവും. അപ്പോൾ ആ ഒരു മെക്കാനിസത്തിലേക്ക് പോകും. ഓക്കെ, ക്ലിയർ അല്ലോ. ഇവിടെ ഒരു സീലിംഗ് നടക്കും. നോക്കുക നിങ്ങൾ, അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും, ഇവിടെ ലിഗേസ് വന്നിട്ട് ഈ ഒരു ഗ്യാപ്പ് അവിടെ, ഈ ഒരു എസ്റ്റർ ബോണ്ടിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ. ഓക്കെ, ഫോസ്ഫോ എസ്റ്റർ ബോണ്ടിൻ്റെ, ഡൈഎസ്റ്റർ ബോണ്ട് സിന്തസൈസ് ചെയ്യുമെന്ന് പറയും. പക്ഷേ അവിടെ ഗ്യാപ്പ് എന്തിൻ്റെ ഉള്ളൂ, ഒരു ബോണ്ടിൻ്റെ മാത്രമേ ഗ്യാപ്പുള്ളൂ. ആ ഗ്യാപ്പ് എന്ത് ചെയ്യും, ലിഗേസ് വന്നിട്ട്, ലിഗേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ട്, ലിഗേസ് എൻസൈം വന്നിട്ടത് ബൈൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അപ്പിയറൻസ് ഇങ്ങനെയാവും. ഓക്കെ, ഈ മാർക്കിംഗ് ഇല്ലാത്ത ഫിഗർ ആയിരിക്കും നിങ്ങളുടെ നോട്ട്സിൽ ഉണ്ടാവുക. ഞാൻ ഈ വീഡിയോയിൽ മാർക്ക് ഇത് കാണിച്ചേക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പോയിന്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആ നോട്ട്സ് നോക്കുമ്പോൾ ഈ വീഡിയോൻ്റെ ഈ ഒരു പോർഷൻ മാത്രം എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ടൊന്ന് നോക്കുക. നൗ ഇവിടം വരെ ആയിക്കഴിഞ്ഞാൽ എന്തായി, ഹോസ്റ്റ് DNA-യും അതായത് സോഴ്സ് ഹോസ്റ്റ് DNA-യും ടാർഗറ്റ് ഹോസ്റ്റ് DNA-യും തമ്മിൽ കണക്റ്റഡായി വിത്ത് ദ ഹെൽപ്പ് ഓഫ് 2 ട്രാൻസ്പോസോൺസ് അല്ലേ. ഒരു ട്രാൻസ്പോസോൺ ഇവിടെ ഉണ്ട്, ഒരു ട്രാൻസ്പോസോൺ ഇവിടെയുണ്ട്. അങ്ങനെ 2 ട്രാൻസ്പോസോൺസിൻ്റെ ബേസിൽ ഈ ടാർഗറ്റ് DNA-യും സോഴ്സ് DNA-യും കൂടെ ഒന്നിച്ചായിട്ട് നിന്നു, ഒരു ഡൈമർ ലെവലിലേക്ക് വന്നു. നാ ഇവരിങ്ങനെ നിന്നാൽ മതിയോ, സോഴ്സ് DNA-ക്ക് സോഴ്സ് DNA-ൻ്റെ സ്ഥലത്തേക്ക് പോകണം, ടാർഗറ്റ് DNA അതിൻ്റെ സ്ഥലത്ത് നിൽക്കണം. അപ്പോൾ അങ്ങനെ ഒരു സെപ്പറേഷൻ ഇനി വേണം. ഓക്കെ, ആ ഒരു സെപ്പറേഷൻ നടക്കുന്ന, അതായത് ഈ ട്വിസ്റ്റിങ്ങും സെപ്പറേഷനും നടത്തുന്ന ആളെ പേരാണ് എന്ത്, റിസോൾവേസ് എന്ന് പറയുന്ന പരിപാടി. ഓക്കെ, റിസോൾവേസ് എൻസൈം. സോ ഇതിനെ കോ ഇൻ്റഗ്രേറ്റ് എന്ന് വിളിക്കുക. ഇപ്പോൾ ഈ കണ്ടേക്കുന്ന സാധനം ഉണ്ടല്ലോ, കോ ഇൻ്റഗ്രേറ്റ് എന്ന് വിളിക്കുക. എന്താ കോ ഇൻ്റഗ്രേറ്റ് എന്ന് വിളിക്കാൻ കാരണം,
ഇവിടെ ടാർഗറ്റ് ഡി എൻ എയിലേക്ക് ട്രാൻസ്പോസോൺസിൻ്റെ കൂടെ ആരെയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ സോഴ്സ് ഡി എൻ എനെയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ രണ്ടും കൂടെയുള്ള ഒരു ലിങ്ക് ആയതുകൊണ്ടാണ്, ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ കോ ഇൻ്റഗ്രേറ്റ് എന്ന് വിളിക്കുന്നത്. ഈ കോ ഇൻ്റഗ്രേറ്റിൽ നിന്ന് സോഴ്സ് ഡി എൻ എനെ സെപ്പറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള എൻസൈമാണ് റിസോൾവേസ്. അവിടെ റൊട്ടേഷൻ നടത്തുന്നതും റിസോൾവേസ് ആണ്. കാരണം ഇങ്ങനെ ഒരു അപ്പിയറൻസിൽ നിന്ന് ഈ ഒരു അപ്പിയറൻസിലേക്ക് മാറ്റുന്നതും റിസോൾവേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പണിയാണ്. ഇനി ഈ കോ ഇൻ്റഗ്രേറ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പണിയും റിസോൾവേസിൻ്റെ പണിയാണ്. അപ്പോൾ കോ ഇൻ്റഗ്രേറ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് നോക്കുക നിങ്ങൾ, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കട്ട് എവിടെയൊക്കെയാണ് വരുന്നത്? എഫ് ആൻഡ് സിയിൽ ഒന്നാമത്തെ സ്ട്രാൻഡ് കട്ട് ചെയ്യും. എഫ് ആൻഡ് സി എന്ന് പറയുമ്പോൾ നോക്കുക നിങ്ങൾ, എഫ്. ഓക്കെ, ഇവിടുത്തെ താഴത്തെ സ്ട്രാൻഡിൻ്റെ കേസാണ് പറയുന്നത് എഫ്. അടുത്ത കട്ട് വരുന്നത് എയിലല്ല, മറിച്ച് സിയിലാണ്. ഇവിടെയാണ് കട്ട് വരിക. അപ്പോൾ ഇവിടെയും കട്ടാവും. ക്ലിയർ അല്ലേ? ഇനി ഇതിൻ്റെ കട്ട് വരുന്ന എവിടെയാ? ഡി. ഓക്കെ, ഡിയിലും എച്ചിലുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഓപ്പോസിറ്റ് സ്ട്രാൻഡ് കട്ട് വരുന്നത് ഒന്ന് ഇവിടെയും അതുപോലെ തന്നെ ഒന്ന് എച്ചിലുമാണ്. ഓക്കെ, ഇവിടെയാണ്. ഇത് രണ്ട് സെപ്പറേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇയാൾക്ക് കോംപ്ലിമെൻ്ററി ആയിരിക്കും, ഇയാൾക്ക് കോംപ്ലിമെൻ്ററി ആയിരിക്കും. അങ്ങനെ ഒരു രണ്ട് സർക്കുലർ ഡി എൻ എ ആയിട്ട് അത് സെപ്പറേറ്റ് ചെയ്യപ്പെടും. ഇതാണ് റെപ്ലിക്കേറ്റീവ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇത് സ്റ്റെപ്പ് വൈസ് ആയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പ്രോസസ്സ്, ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ തിയറി എക്സാമിന് എഴുതേണ്ടത്. പക്ഷേ നെറ്റ് എക്സാമിന് എന്ത് ചെയ്യണം? ഈ മെക്കാനിസം കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ട്രാൻസ്പോസേസ് എൻസൈം എന്ത് ചെയ്യുന്നുണ്ട്? കട്ട് നടത്തുന്നുണ്ട്. 3' ഓഫ് ദ ട്രാൻസ്പോസോൺ ആൻഡ് 5' ഓഫ് ദി സോഴ്സ് ഡി എൻ എ. ആൻഡ് ദെൻ ടാർജറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഫ്രീ. ഏതാണ്? 3' ആണ് അവിടെ ഫ്രീ. ആൻഡ് 5' വിൽ ബി ബൈൻഡിങ് ടു ദ 3' ഓഫ് ദി ട്രാൻസ്പോസോൺ. അപ്പോൾ ആ ഒരു മെക്കാനിസം ഓർമ്മ വേണം. ഓക്കെ, ഈ സിന്തസിസ് കൃത്യമായിട്ട് ഓർമ്മ വേണം. ആൻഡ് ദ പ്രൈമർ ഈസ് നത്തിങ് ബട്ട് ദ ഫ്രീ 3' ഓഫ് ദി ടാർജറ്റ് ഡി എൻ എ. ഓക്കെ, ഫ്രീ 3' ഓഫ് ദി ടാർജറ്റ് ഡി എൻ എ. നേരത്തെ കണ്ട ടാർജറ്റ് സൈറ്റ് ഡ്യൂപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെയും നടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തന്നു അല്ലേ? ഈ രണ്ട് പോയിന്റും വെച്ചിട്ട് ഞാൻ കാണിച്ചു തന്നില്ലേ? ഇതാണ് ടാർജറ്റ് സൈറ്റ്. ഇവിടുന്ന് ഇവിടം വരെ ഉള്ളതും ഇവിടുന്ന് ഇവിടം വരെ ഉള്ളതാണ്. സോ നേരത്തെ ഒരു സ്ഥലത്ത് മാത്രം ഉണ്ടായിരുന്നത്, അതായത് നേരത്തെ റീജിയൻ എടുക്കുകയാണെങ്കിൽ ഈ ഒരു റീജിയനാണ് ടാർജറ്റ് സൈറ്റ്. ഈ ഒരു റീജിയൻ എന്തായിട്ടുണ്ട്? ഇപ്പോൾ രണ്ടായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഗ്യാപ്പും ഒരു ടാർജറ്റ് സൈറ്റായി, ഈ ഗ്യാപ്പും ഒരു ടാർജറ്റ് സൈറ്റ്. അങ്ങനെ ഒന്നിൽ നിന്ന് രണ്ട് ടാർജറ്റ് സൈറ്റ് ഉണ്ടായി. അതുകൊണ്ട് അതിനെ നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ എന്ന് വിളിച്ചു. ഇതാണ് മെക്കാനിസം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ.